MNMCN. Welcome to BSc Thermodynamics. നമ്മുടെ സൈക്ലിക് പ്രോസസ്സാണ് കണ്ടുകൊണ്ടിരുന്നത്. ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ ഇത് കണ്ടു. അടുത്തത് കാർനോട്ട് സൈക്കിളാണ്. കാർനോട്ട് സൈക്കിളിൻ്റെ പ്രത്യേകത തെർമോഡൈനാമിക്സിൻ്റെ തിയറിറ്റിക്കൽ ഡെവലപ്മെൻറ്റിനെ ഏറ്റവും അധികം സഹായിച്ച ഒരു ഐഡിയൽ സാങ്കല്പിക സൈക്ലിക് പ്രോസസ്സാണ്. തെർമോഡൈനാമിക്സിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു സൈക്കിളാണിത്. ഒരു ഫ്രഞ്ച് എൻജിനീയർ സാദി കാർനോട്ട് ഡിസൈൻ ചെയ്ത പ്രോസസ്സ്. ഇവിടെ ഒരു ഹോട്ട് ബോഡി, ഈ ഹോട്ട് ബോഡിയുടെ പ്രത്യേകത ഇൻഫൈനൈറ്റ് തെർമൽ കപ്പാസിറ്റി. എത്ര ഹീറ്റ് അതിൽ നിന്ന് എടുത്താലും ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അങ്ങനെയൊരു സംഗതി നമുക്ക് ചിന്തിക്കാനൊക്കില്ല. എങ്കിലും കടലിൻ്റെ വലിയ സമുദ്രത്തിൻ്റെ ഒരു ചെറിയ ഭാഗത്തു നിന്ന് കുറച്ച് ഹീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓഷൻ്റെ ടെമ്പറേച്ചർ മാറില്ല, നമുക്കറിയാം. അതിലും പെർഫെക്റ്റായിട്ടുള്ള ഇൻഫൈനൈറ്റ് തെർമൽ കപ്പാസിറ്റി, എത്ര ഹീറ്റ് വേണേൽ അതിൽ നിന്ന് എടുക്കാം വിതൗട്ട് ചേഞ്ചിങ് ടെമ്പറേച്ചർ. അതിനെ നമ്മൾ സോഴ്സ് എന്ന് വിളിക്കുക. ഓട്ടോ എഞ്ചിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ പെട്രോൾ അല്ലെങ്കിൽ ഗ്യാസോലിൻ. ഡീസൽ സൈക്കിളിലെ സോഴ്സ് ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഡീസൽ ഓയിൽ. ഇവിടെ ഒരു ഹോട്ട് ബോഡി, ഇതുപോലെ സിങ്ക്, ഒരു കോൾഡ് ബോഡി വേണം. അതിന് ഇൻഫൈനൈറ്റ് തെർമൽ കപ്പാസിറ്റി, എത്ര ഹീറ്റ് അങ്ങോട്ട് കൊടുത്താലും അതിൻ്റെ ടെമ്പറേച്ചർ ഉയരില്ല. ഹോട്ട് ബോഡിയുടെ ടെമ്പറേച്ചർ കെൽവിൻ ടെമ്പറേച്ചർ T1 കെൽവിൻ. കോൾഡ് ബോഡിയുടെ സിങ്ക് അല്ലെ ഹീറ്റ് റിസർവോയർ, അതിൻ്റെ കോൾഡ് റിസർവോയർ, അതിൻ്റെ ടെമ്പറേച്ചർ T2. അത് ഈ രണ്ട് ടെമ്പറേച്ചറും സ്റ്റഡി ആയിട്ട് നിൽക്കും. ഇവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് ഒരു ഐസോതേർമൽ എക്സ്പാൻഷനിൽ കൂടെ. ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത്, കോൾഡ് ബോഡിയിലേക്ക് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്ന മറ്റൊരു ഐസോതേർമൽ കംപ്രഷനിൽ കൂടെ. പിന്നെ ഇതുകൂടാതെ രണ്ട് അഡയാബാറ്റിക് പ്രോസസ്സുകളുണ്ട്. അപ്പോൾ രണ്ട് ഐസോതേർമൽ പ്രോസസ്സും രണ്ട് അഡയാബാറ്റിക് പ്രോസസ്സും ചേരുന്നതാണ് കാർനോട്ട് സൈക്കിൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതിന് മുമ്പ് ഒരു കാര്യം അറിയേണ്ടത്, ഇൻറ്റേർണൽ എനർജി നമുക്കറിയാം. ഒരു മനുഷ്യൻ്റെ സ്വത്ത്, വെൽത്ത്, അത് പൊതുവെ ഹിഡണാണ്. പക്ഷേ വെൽത്ത് കൂടിയ ഒരാൾ വെൽത്ത് കുറഞ്ഞ ഒരാളിന് വെൽത്ത് കൈമാറുക, അത് കറൻസി കൂടാവും. അപ്പോൾ ഈ വെൽത്ത് കൈമാറുമ്പോൾ കറൻസി ആവുക, വേറൊന്ന് മാറുക. പക്ഷെ ഇപ്പോൾ ഭൂമി, ഒരാളിൻ്റെ കയ്യിലുള്ള ഭൂമി മറ്റൊരാളിൻ്റെ ഭൂമിയിൽ നിന്നുള്ള വരുമാനം മറ്റൊരാളിന് കൊടുക്കുന്നു, അത് കറൻസി ആയിട്ടാണ് കൊടുക്കുന്നത്. അവിടെ മറ്റൊരാളിൻ്റെ കയ്യിലുള്ള ഭൂമിയിലിപ്പോൾ ഒരു വെൽത്തി മാന്, അയാളുടെ ലാൻഡ് ധാരാളം ഉണ്ട്. ലാൻഡിൽ നിന്ന് അഗ്രികൾച്ചറിൽ നിന്നൊക്കെ, അഗ്രികൾച്ചർ മുഖാന്തരവും മറ്റ് അല്ലെങ്കിൽ ഫ്ലാറ്റുകളും ഒക്കെ ആയിട്ട് ധാരാളം വരുമാനമുണ്ട്. ഇത് ഒരാളിൻ്റെ കയ്യിൽ ബാരൻ ലാൻഡുണ്ട്, കൃഷിയൊന്നുമില്ല, അതിനുള്ള പണമില്ല. അപ്പോൾ ഈ മനുഷ്യൻ തൻ്റെ വെൽത്തിൽ നിന്നും ലാൻഡിൽ നിന്നും കിട്ടിയ പണം എടുത്ത് ഇയാൾക്ക് കുറേ കൊടുത്ത് ഇയാളുടെ ലാൻഡ് കൃഷി ചെയ്യിപ്പിക്കും. അപ്പോൾ വെൽത്ത് അവിടെ ഉണ്ട്. ആ വെൽത്തി മാൻ്റെ വെൽത്ത് കറൻസി ആയിട്ട് ഇയാൾക്ക് കൊടുത്തിട്ട് അയാളുടെ ലാൻഡ് കൃഷിയോ മറ്റെന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്ത് അയാൾക്ക് പണമുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ വെൽത്ത് ഇങ്ങോട്ട് കൈമാറുമ്പോൾ അതിനെ നമ്മൾ കറൻസി എന്ന് വിളിക്കുന്നു. ഇതുപോലെ ഇൻറ്റേർണൽ എനർജി, ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ വെൽത്ത്, ഒരു മനുഷ്യൻ്റെ വെൽത്ത് പല രീതി പ്രകടമാകാം. അയാളുടെ ജീവിത രീതിയൊക്കെ ശൈലിയൊക്കെ കണ്ടിട്ട് നമുക്ക് വെൽത്ത് കൂടുതലാണെന്നോ കുറവാണെന്ന് പറയാം. ഇതുപോലെ ഇൻറ്റേർണൽ എനർജി പ്രകടമാകുന്നതാണ് ടെമ്പറേച്ചർ കൂടുതലാകുന്ന ഇൻറ്റേർണൽ എനർജി കൂടുതലാണെന്ന് പറയും.
ഇൻറ്റേർണൽ എനർജി കൂടിയ ഒരു വസ്തു എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ ബോഡി, അതിൽ നിന്നും ഇൻറ്റേർണൽ എനർജി ടെമ്പറേച്ചർ കുറഞ്ഞ ഒരു വസ്തുവിലേക്ക് മാറുമ്പോൾ ആ മാറുന്ന ഫോമിനെയാണ് നമ്മൾ ഹീറ്റ് എനർജി എന്ന് വിളിക്കുക. ഇവിടെ കറൻസി പറഞ്ഞാൽ അവിടെ ഹീറ്റ് എന്ന് പറയും. ഇനി ഈ ഇൻറ്റേർണൽ എനർജി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സും ഇൻറ്റേർണൽ എനർജിയും വർക്കും ഐസോതേർമൽ പ്രോസസ്സും തമ്മിലൊരു ബന്ധം നമുക്ക് കാണാം. എന്നിട്ട് സൈക്ലിക് കാർനോട്ട് സൈക്കിളിലോട്ട് മാറും. ഇപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഒരു സിസ്റ്റത്തിലേക്ക് കൊടുത്ത ഹീറ്റ് ഡെൽറ്റ ക്യൂ ഈക്വൽസ് ആ സിസ്റ്റത്തിൻ്റെ റൈസ് ഇൻ ഇൻറ്റേർണൽ എനർജി പ്ലസ് വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം. ഐസോതേർമൽ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റാണ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇൻറ്റേർണൽ എനർജി കോൺസ്റ്റൻ്റ് എന്ന അർത്ഥം. കാരണം ഇൻറ്റേർണൽ എനർജിയുടെ മാനിഫെസ്റ്റേഷൻ ആ ടെമ്പറേച്ചർ. അപ്പോൾ ഐസോതേർമൽ പ്രോസസ്സിൽ ഡ്യൂ ഈസ് എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി du must be 0. Then work heat delta Q ഈക്വൽസ് ഡെൽറ്റ W. അപ്പോൾ ഹീറ്റ് ഈക്വൽസ് വർക്ക് എന്ന് വരും ഐസോതേർമൽ പ്രോസസ്സിൽ. ഇത് വെച്ചുകൊണ്ട് വേണം നമുക്ക് കാർനോട്ട് സൈക്കിള് ഡിസ്കസ് ചെയ്യാൻ. കാർനോട്ട് സൈക്കിളിൻ്റെ ഫസ്റ്റ് പ്രോസസ് AB ഐസോതേർമൽ എക്സ്പാൻഷൻ, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതേർമൽ കംപ്രഷൻ, അഡിയാബാറ്റിക് കംപ്രഷൻ. ഇപ്പോൾ ഒരു സൈക്കിൾ പൂർത്തിയായി. ഇനിഷ്യൽ കണ്ടീഷൻസ് കോർഡിനേറ്റ്സ് P1 V1 T1, P2 V2 T1, കാരണം ഇത് ത്രൂ ഔട്ട് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റാണ്. ദെൻ P3 V3 T2 ലോവർ ടെമ്പറേച്ചറാണ്. P4 V4 T2 ഇത് ഐസോതേർമൽ ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻറ്റ്. ദെൻ ഫൈനലി അഡിയാബാറ്റിക് കംപ്രഷൻ. ഈ പ്രോസസ്സിൽ കൂടെ Q1 ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു ഫ്രം ദി ഹൈ ടെമ്പറേച്ചർ ഹോട്ട് ബോഡി ഓർ ബോഡി അറ്റ് ടെമ്പറേച്ചർ T1. ഈ ഐസോതേർമൽ കംപ്രഷനിൽ കൂടെ Q2 ഹീറ്റ് സിസ്റ്റം റിജക്റ്റ് ചെയ്യുന്നു. ഇവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയൽ ഗ്യാസാണ്. അപ്പോൾ നമുക്കറിയാം ഹീറ്റ് അബ്സോർബ്ഡ് Q1 ഈക്വൽസ് W ആ ഐസോതേർമൽ പ്രോസസ്സ്. ഹീറ്റ് ഈക്വൽസ് വർക്കാണ്. ഐസോതേർമൽ പ്രോസസ്സിൽ നടന്ന വർക്ക് എന്ന് പറഞ്ഞാൽ RT log V2/V1 ആണ്. ഇവിടെ ഇപ്പോൾ RT1 log V2/V1. ഹീറ്റ് റിജക്റ്റഡ് Q2 ഈക്വൽസ് RT2. T2 ടെമ്പറേച്ചറിലാണ് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത്. ലോഗ് V3/V4. ഈ ന്യൂമറേറ്ററിൽ ലോഗരിതത്തിൻ്റെ കൂടിയ വോളിയം എഴുതുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നെഗറ്റീവ് ആകും. അപ്പോൾ V3 ആണല്ലോ V4-നേക്കാൾ വലുത്. അപ്പോൾ ലോഗ് V3/V4. എങ്കിൽ എഫിഷ്യൻസി, എല്ലാ എഞ്ചിനും എഫിഷ്യൻസി ഹീറ്റ് ഈക്വൽസ് 1 മൈനസ് Q2/Q1. ദറ്റ് ഈസ് 1 മൈനസ് Q1 മൈനസ് Q2/Q1. Q2ലും Q1 6 ക്യാൻസൽ ചെയ്തും പോയിട്ട് 1 മൈനസ് T2 ലോഗ് V3/V4 ബൈ T1 ലോഗ് V2/V1. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ 1. ഇത് നമുക്ക് ബിയും സിയും കൂടെ അഡിയാബാറ്റിക് റിലേഷൻ വെച്ച് കണക്ട് ചെയ്യാം. T1 V2 raised to gamma minus 1 equals T2 V3 raised to gamma minus 1. ഇതുപോലെ എയും ഡിയും കൂടെ അഡിയാബാറ്റിക് കൊണ്ട് കണക്ട് ചെയ്യാം. T1 V1 raised to gamma minus 1 equals T2 V4 raised to gamma minus 1. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് കണക്റ്റിംഗ് ബി ആൻഡ് സി. T1 V2 raised to gamma minus 1 equals T2 V3 raised to gamma minus 1. That is equation number 2. Connecting A and D. T1 V1 raised to gamma minus 1 equals T2 V4 raised to gamma minus 1. Equation 3. Equation 2 divided by equation 3. അപ്പോൾ നമുക്ക് കിട്ടുന്ന V2/V1 raised to gamma minus 1 equals V3/V4 raised to gamma minus 1. Which means V2/V1 equals V3/V4. ഇതെടുത്ത് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V3/V4ഉം V2/V1 ഈക്വൽ എന്നാണ് കിട്ടിയ. ഈ ലോഗറിതമിക് ടേം അങ്ങ് ക്യാൻസൽ ചെയ്യും. പോയിട്ട് ഈറ്റ ഈക്വൽസ് 1 മൈനസ് T2/T1. ഇപ്പോൾ കാർനോട്ട് സൈക്കിളിൻ്റെ പ്രത്യേകത
efficiency depends only on temperature of the sink T2 and temperature of the source T1. വർക്കിംഗ് സബ്സ്റ്റൻസിൻ്റെ ഒരു പ്രോപ്പർട്ടി ഇവിടെ വരുന്നില്ല. ഡീസൽ സൈക്കിളിലൊക്കെ അത് വരുന്നുണ്ട്, ഗാമ കയറി വരുന്നുണ്ട്, ഇവിടെ അതൊന്നും വരുന്നില്ല. സോഴ്സിൻ്റെ ടെമ്പറേച്ചറും അല്ലെ ഹോട്ട് റിസർവോയറിൻ്റെയും കോൾഡ് റിസർവോയറിൻ്റെയും ടെമ്പറേച്ചറും മാത്രമേ വരുന്നുള്ളൂ. ഇനി നമുക്ക് ഈ റിലേഷൻ ഉപയോഗിക്കാം. 1 മൈനസ് T2 ഈറ്റ ഈക്വൽസ് 1 മൈനസ് Q2 ബൈ Q1 ഈക്വൽസ് 1 മൈനസ് T2 ബൈ T1, വിച്ച് മീൻസ് Q2 by Q1 equals T2 by T1 or Q1 by T1 equals Q2 by T2. Heat absorbed by temperature at which the heat is absorbed equals heat rejected by temperature at which heat is rejected. ഇതിനെ കാർനോട്ട് ഇക്വേഷൻ എന്ന് പറയും. കാർനോട്ട് ഇക്വേഷൻ ഇത് വളരെ സില്ലിയായിട്ടുള്ള കാര്യം പ്ലസ് വണ്ണിലൊക്കെ പഠിച്ചതാണ്. ഞാൻ ആ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി ഇത് ആഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് തെർമോഡൈനാമിക്സിലെ ചില സ്പെഷ്യൽ ഫങ്ഷൻസ് ഒക്കെ കാണണം. ഗിബ്സ് ഫങ്ഷൻ, ഹെംഹോൾട്ട്സ് ഫങ്ഷൻ, എൻട്രോപ്പി, എൻതാൾപ്പി, ദെൻ മാക്സ്വെൽസ് തെർമോഡൈനാമിക് റിലേഷൻസ്. അത് കഴിഞ്ഞിട്ട് വേണം ഈ ലോസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനും ഒക്കെ. കാർനോട്ട്സ് തിയറം, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. ലോസിൻ്റെ ഡിസ്കഷൻസ്, ലോസ് ഇതെല്ലാം ഉണ്ട്. വി വിൽ സീ ദം ഇൻ ദി കമ്മിങ് പാസ്റ്റീങ്സ്. താങ്ക് യു.